സോ അടുത്ത മൈക്രോബ്സ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ദോശ ആൻഡ് ഇഡ്ഡലി. ദോശ ആൻഡ് ഇഡ്ഡലി ഡബ് എന്ന് പറയും, അതായത് മാവ്. ദോശ ആൻഡ് ഇഡ്ഡലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? റൈസ്, അതുപോലെ ഉഴുന്നും പരിപ്പ്, സോ ഉറാദ് ദാൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രാം എടുത്ത് അതും റൈസും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ദോശ ആൻഡ് ഇഡ്ഡലി പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവിടെ നടക്കുന്നത് ഫെർമെൻറ്റേഷനാണ്. സോ ആ പ്രിപ്പയർ ചെയ്യുന്ന ആ മാവ്, അതാണ് ഡൗ എന്ന് പറയുന്നത്. സോ ഫെർമെൻറ്റേഷനാണ് അവിടെ നടക്കുന്നത്. മാവ് പുളിക്കുക അല്ലെങ്കിൽ പൊങ്ങുക എന്നൊക്കെ പറയും. സോ ഫെർമെൻറ്റഡ് ഡവ്, ഫെർമെൻറ്റേഷനാണ്, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനാണ് ഈ ദോശ ആൻഡ് ഇഡ്ഡലിയിൽ നടക്കുന്നത്. സോ അവിടെ അതിനെ സഹായിക്കുന്ന ദോശ ആൻഡ് ഇഡ്ഡലി ഡവ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇതാണ് മൈക്രോ ഓർഗാനിസമാണ് ല്യൂക്കോനോസ്റ്റോക്ക് മീസെൻഡറോയിഡ്സ്. ല്യൂക്കോനോസ്റ്റോക്ക് മീസെൻഡറോയിഡ്സ്, അതുപോലെ സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസ്. ല്യൂക്കോനോസ്റ്റോക്ക് മീസെൻഡറോയിഡ്സ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസ്. ഈ പറഞ്ഞ രണ്ട് മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യണേ? സൈമേസസ് എന്ന് പറഞ്ഞ എൻസൈമുകളെ പ്രൊഡ്യൂസ്, സൈമേസ് എന്ന് പറഞ്ഞ എൻസൈമിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് മൈക്രോ ഓർഗാനിസം ആണെങ്കിലും ആ മൈക്രോ ഓർഗാനിസം ഏതെങ്കിലും ടൈപ്പ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എൻസൈമിൻ്റെ സഹായത്തോടെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ ഡൗ ഉണ്ടാകുന്നത്, മാവ്, ഇഡ്ഡലി ആൻഡ് ദോശ. സോ ഇഡ്ഡലി ആൻഡ് ദോശയുടെ ആ ഡൗ അല്ലെങ്കിൽ മാവ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് ല്യൂക്കോനോസ്റ്റോക്ക് മീസെൻഡറോയിഡ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസ്. അതിൽ നമ്മുടെ ഇഡ്ഡലി ആൻഡ് ദോശയിൽ നമ്മൾ പറഞ്ഞു റൈസും ബ്ലാക്ക് ഗ്രാം, ഉറാദ് ദാലും ഉഴുന്നും പരിപ്പാണ്. സോ അതിലുള്ള ആ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ ആ മെയിനായിട്ട് ഗ്ലൂക്കോസ്, അത് കൺവേർട്ടഡ് ചെയ്ത് എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. സോ നമ്മൾ ആ പ്രിപ്പയർ ചെയ്യുന്ന ഇഡ്ഡലി ആൻഡ് ദോശയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡവ് അല്ലെങ്കിൽ മാവിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണോ റൈസും ആ ഉറാദ് ദാലുമാണ്. ആ രണ്ടുമിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അതിലുള്ള ഗ്ലൂക്കോസ് കണ്ടൻറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു? സൈമേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. സോ എത്തനോളായിട്ട് മാറുന്നത് കൊണ്ട് അതിന് ഒരു സോർ ടേസ്റ്റ്, ഒരു പുളിരുചിയാണ് ഉണ്ടാവും, ചെറിയൊരു പുളി. സോർ ഡഫ് ആയിരിക്കും, മാവ് പുളിക്കുക എന്ന് പറയും. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ട് ഒരു പഫ്ഡ് അപ്പിയറൻസ് ആണ്. സോ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ മാവ് ആ വെച്ച പൊസിഷനിൽ നിന്ന് കുറച്ചങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങും. സോ ആ പഫ്ഡ് അപ്പിയറൻസിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ്. സോ എന്താണ് സംഭവിക്കുക വെച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞത് ആ മാവിലുള്ള ഇഡ്ഡലിയിലും റൈസിലുള്ള കാർബോഹൈഡ്രേറ്റ് എന്താ വെച്ചാൽ അത് ഫ്ലോട്ട് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് പൊങ്ങുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ കാർബോഹൈഡ്രേറ്റ് ഫ്ലോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അതിനൊരു പഫ്ഡ് അപ്പിയറൻസ് വരും. സോ പഫ്ഡ് അപ്പ് ആയിട്ടുള്ള അപ്പിയറൻസിന് കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്ത് അതിലുള്ള റൈസിലുള്ള അല്ലെങ്കിൽ ഉറാദ് ദാലിലുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് കാരണം ഈ കാർബോഹൈഡ്രേറ്റ്, ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ് അതിൽ ഫ്ലോട്ട് ചെയ്ത് മൊത്തം ഒരു പഫിങ് അപ്പിയറൻസ്, പൊങ്ങുന്ന ഒരു അപ്പിയറൻസ്, പഫ്ഡ് അപ്പ് അപ്പിയറൻസ് വരുന്നു. സോ ഈ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ബബിൾസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതുപോലെ അടുത്തൊരു പ്രോഡക്റ്റ് നമ്മൾ ഇതുപോലെ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് പ്രോഡക്റ്റാണ് ബ്രെഡ്. സോ ബ്രെഡിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹൗസ് ഹോൾഡ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് വരുന്നത്. സോ നമ്മുടെ വീറ്റ് ഫ്ലോർ, ഗോതമ്പ് മാവ് അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി. സോ വീറ്റ് ഫ്ലോറിൽ നമ്മുടെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്, ആ ബേക്കേഴ്സ് ഈസ്റ്റിൻ്റെ പേരാണ് സെക്കറോമൈസസ് സെർവീസിയം. ഈസ്റ്റാണത്, സെക്കറോമൈസസ് സെർവീസിയം. ബേക്കറി പ്രോഡക്റ്റുകളിലൊക്കെ മിക്കവാറും ഫെർമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അതാണ് സെക്കറോമൈസസ് സെർവീസിയം. അതൊരു ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയും. സോ വീറ്റ് ഫ്ലോറും നമ്മുടെ ഈ ബേക്കേഴ്സ് ഈസ്റ്റും, ഈ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് എന്താണ്? ഒരു ഫംഗസ് ആണ്. സോ ആ മൈക്രോ ഓർഗാനിസം എന്താ ചെയ്യണത്? സെക്രീറ്റ് ചെയ്യാണ്, സൈമേസ് കോംപ്ലക്സുകളെ സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന സക്കാറോമൈസസ് സെർവീസിയം, അതായത് ഫംഗസ്, അതെന്ത് ചെയ്യുന്നു? സൈമേസ് കോംപ്ലക്സിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ സൈമേസ് കോംപ്ലക്സുകളാണ് അമൈലേസ്, മാൾട്ടേസ് ആൻഡ് സൈമേസ്. അമൈലേസിൻ്റെ ഡ്യൂട്ടി നമ്മളുടെ ആ ഫുഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഫ്ലോറിൽ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യുക. മാൾട്ടേസിൻ്റെ ഡ്യൂട്ടി മാൾട്ടോസിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുക. സൈമേസിൻ്റെ ഡ്യൂട്ടി ഗ്ലൂക്കോസിനെ എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുക. സോ അവിടെയും പഫ്ഡ് അപ്പ് അപ്പിയറൻസ് വരുന്നതാണ്. സോ ഇവിടെ ഏത് ഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്? വീറ്റ് ഫ്ലോർ. ഏത് ഫ്ലോർ ആണെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ സെക്കാറോമൈസസ് സെർവീസിയെ ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ
അത് സൈമേസ് കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സൈമേസ് കോംപ്ലക്സിൽ 3 ടൈപ്പ് എൻസൈമുകളാണ്. അമൈലേസ് സ്റ്റാർച്ചിനെ മൾട്ടോസായി കൺവേർട്ട് ചെയ്യുന്നു, മാൾട്ടേസ് മാൾട്ടോസിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സൈമേസ് ആ ഉള്ള ഗ്ലൂക്കോസിനെ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. സോ ഈ പറഞ്ഞ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡവ് ആ മാവ് എന്തിന് സ്വെല്ല് ചെയ്യുന്നു, വീർക്കുന്നു. അതിനുശേഷം അതിനെ ലെവൽ ചെയ്യുന്നു, ലിവനിങ് എന്ന് പറയും. ആ ലെവലിനെ ആ ഫ്ലോറിനെ ആ മാവിനെ അല്ലെങ്കിൽ അതിനെ നമ്മൾ ബേക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നത് അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എത്തനോൾ അതിൽ നിന്ന് എസ്കേപ്ഡ് ആകുമ്പോൾ ആ ബ്രെഡ് സോഫ്റ്റും അതുപോലെ പോറസും ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ബ്രെഡ് ഭയങ്കര സോഫ്റ്റും പോറസ് ആവാൻ കാരണം ഈ പറഞ്ഞ ഉണ്ടാക്കി വെച്ച മാവ് ലെവനിങ് കഴിഞ്ഞ് അത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ ഈ പറഞ്ഞ എത്തനോളും അതിൽ നിന്ന് എസ്കേപ്പ്. സോ കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളും കഴിയുമ്പോൾ ആ ബ്രെഡ് ഭയങ്കര സോഫ്റ്റും അതുപോലെ പോറസും ആയിട്ട് മാറുന്നു. ഇതാണ് ബ്രെഡ് മേക്കിംഗ്. സോ ബ്രെഡ് മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ആ മൈക്രോ ഓർഗാനിസമാണ് ബേക്കേഴ്സ് ഈസ്റ്റ് അഥവാ സക്കാറോമൈസിസ് സെർവീസിയം. അതുപോലെ നമ്മുടെ ദോശ ആൻഡ് ഇഡ്ഡലി ആണെങ്കിൽ അതും ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ലുക്കോനോസ്റ്റോക് മിസെൻട്രോയിഡും സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസും. ഇത് രണ്ടെണ്ണത്തിലും ഒരു ഫെർമെൻറ്റേഷനാണ് നടക്കുന്നത്. ദോശ ആൻഡ് ഇഡ്ഡലിയിലും അതുപോലെ ബ്രെഡിലും ഫെർമെൻറ്റേഷനാണ് നടക്കുന്നത്. രണ്ടിലും ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനാണ്. എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് രണ്ടിനും ആ ഫ്ലോറിനൊക്കെ എന്താണ് ഒരു പഫ്ഡ് അപ്പ് അപ്പിയറൻസ് വരും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉള്ളതുകൊണ്ട് ആ മാവ് എന്താണോ അത് പഫ്ഡ് അപ്പ് അപ്പിയർ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്ലോട്ട് ചെയ്യണു അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഒരു പഫ്ഡ് അപ്പ് അപ്പിയറൻസ് ആണ് വരുന്നത്.